ഒറ്റ കയ്യിൽ വാങ്ങണം. ആര് തന്നാലും പത്താൾ വാങ്ങട്ടോ. മാനിപ്പാ സ്നേഹിക്കണം കേട്ടോ. സുഹൃത്തുക്കളെ, പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട് പഴയകാല മിഠായികൾ കൊടുക്കുന്ന ഈക്കെ. ഇന്നെന്തായാലും ഒന്ന് മേടിക്കണമെന്ന് കരുതി വണ്ടി തെത്തിച്ചൊന്ന് മേടിച്ചു. പൈസ എത്രയെന്ന് ചോദിച്ചപ്പോഴാണ് സംഗതി മൂപ്പര് ഇതൊക്കെ ഫ്രീ ആയിട്ടാ കൊടുക്കുന്നതെന്ന് മനസ്സിലായത്. പൈസ വേണ്ട, ചിരി മതി, എന്നാൽ മിഠായി ഫ്രീ ആട്ടോ. എൻ്റെ പേര് അബ്ബാസാണ്. ഞാൻ എൻ്റെ നാട് ചന്തകുളം തന്നെയാണ്. എൻ്റെ തൊഴിൽ കല്യാണ ബ്രോക്കറാണ്. ഈ മിഠായിൻ്റെ പരിപാടി തുടങ്ങി 4 വർഷങ്ങളായി. ഞാൻ ചന്തകുമ്പുള്ള ആൾ തന്നെയാണ്. ജോലി കല്യാണ ബ്രോക്കറാണ്. അതിൽ കിട്ടുന്ന പൈസ കൊണ്ട് 3 ഭാഗം വീതം ഞങ്ങൾ ചതക്ക് കൊടുക്കുകയാണ്. കുട്ടികൾക്ക് കൊടുക്കും, കല്യാണക്കാർക്ക് കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. അതിൽ ജാതിയും മതം ഒന്നും നമുക്കില്ല. സുബേഷ്കാരെ കഴിഞ്ഞ് തുടങ്ങി കോടതികളൊക്കെ ഇപ്പോൾ കല്യാണ പാർട്ടി ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. പിന്നെ പേരതാമസം ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കും. എവിടെ വേണമെങ്കിലും കൊടുക്കും, ആർക്ക് വേണമെങ്കിലും കൊടുക്കും. ചിരിക്കണം, ചിരിച്ച മിഠായി ഫ്രീ ആണ്. ഒരാൾക്ക് ദിവസം 3 നേരം 3 മിഠായി ഫ്രീ ആണ്. പിന്നെ മറ്റിന് കുട്ടികളൊക്കെ തട്ടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ പറയും ഞാൻ എല്ലാ വണ്ടിക്കാരും വാങ്ങരുത്, ഈ ചുവന്ന വണ്ടീൻ്റെ കട മാത്രം വാങ്ങിയാൽ മതി. അപ്പോൾ കുട്ടികൾ മിഠായി കൊടുക്കും, ശരിക്കും കൊടുക്കും. സ്കൂൾ കുട്ടികളെ കുട്ടികൾക്ക് കൊടുക്കും, മദ്രസ കൊടുക്കും, കല്യാണ വീട്ടിൽ കൊടുക്കും. അങ്ങനെ പല ആൾക്കും. പിന്നെ അതിൽ കുട്ടികളൊന്നോ അതിൽ വലിയൊന്നും കണക്കൊന്നുമില്ല. അതിൽ വലിയൊരു വാങ്ങും, പിന്നെ കുട്ടികൾ വാങ്ങും, എല്ലാ ആൾക്കാരും വന്ന് വാങ്ങും. ദിവസം ഒരു 5 ബോട്ടിൽ മിഠായി ദിവസം ചിലവാകും. 18 വിധ മിഠായികളുണ്ട്. 18 വിധ മിഠായികൾ. അതെല്ലാം മിഠായി ടെസ്റ്റ് ചെയ്ത വാങ്ങലിയാണ്. പോലീസന്മാർ വാങ്ങുന്നുണ്ട്, മന്ത്രിമാർ വാങ്ങിയിട്ടുണ്ട്, MLA വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് ആൾക്കാരൊക്കെ വാങ്ങലുണ്ട്. ഇത് അറിയപ്പെട്ട് തുടങ്ങി 4 വർഷങ്ങളായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വാങ്ങുന്നതുകൊണ്ട് എല്ലാവരും കൊടുക്കലൊക്കെ ഉണ്ട്. ഇതൊക്കെ വാങ്ങുന്ന ആൾക്കാർ തന്നെയാണ്. അത് നിൽക്കുന്നുണ്ട്, ഇതൊക്കെ എടുത്ത് കൊടുത്താൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും മിഠായി വാങ്ങുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പോണ്. തൊഴിൽ കല്യാണ ബ്രോക്കർ തന്നെയാണ്. മുൻകൂട്ടി പൈസ ഒന്നും വാങ്ങൂല. നടന്നാലേ പൈസ വാങ്ങുള്ളൂ. അല്ലാതെ അതിൽ കാശൊക്കെ വാങ്ങണം മുൻകൂട്ടി കണ്ട് അത് വാങ്ങില്ല. നടന്നാൽ മാത്രം പൈസ വാങ്ങും. അവർക്ക് പറ്റിയ പെണ്ണ് വേണമെങ്കിൽ നമ്മൾ കാട്ടി കൊടുക്കും. കല്യാണ ബ്രോക്കർ പെണ്ണ് വാങ്ങിയിട്ട് 32 വർഷങ്ങളായിരിക്കണം. ഈ മുട്ടായി കൊടുത്തിട്ട് 4 വർഷങ്ങളായി. ഇതിങ്ങനെ വെറുതെ തോന്നിയതാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് 2 രൂപ മുട്ടായി വാങ്ങാൻ ആദ്യം കാശില്ലാത്ത ആൾക്കാരില്ലല്ലോ. പക്ഷെ നമ്മളെ കുട്ടിക്കാലത്ത് ഒരു കഷ്ണം മുട്ടായിക്ക് കൂടെ കെഞ്ചിയിരിക്കണം നമ്മൾ. കിട്ടാൻ മാർഗമല്ലേ ഇത്. അപ്പോൾ ഇന്ന് ഇഷ്ടം പോലെ കിട്ടാണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചുകൊണ്ടൊക്കെ കൊടുക്കണം നമ്മൾ. ഇത് പുഞ്ചിരിയാണല്ലോ, ഒരു സതക്കിയാണല്ലോ. അപ്പോൾ ചിരിച്ച മുട്ടായി ഫ്രീ ആണ്. ഒരാൾക്ക് ദിവസം 3 നേരം 3 മുട്ടായി ഫ്രീ ആണ്. ആർക്കും വാങ്ങാം. ഒറ്റ കയ്യിൽ വാങ്ങണം. ആര് തന്നാലും പത്താൾ വാങ്ങട്ടോ. മാനിപ്പാ സ്നേഹിക്കണം കേട്ടോ. നല്ല മക്കളെ പഠിക്കണം കേട്ടോ. എന്താ നീ ഒന്നും വാങ്ങണേൻ്റെ കുട്ടി നമ്മൾക്കുള്ളതാണ്. ചിരിക്കൂ ചിരിക്കൂ മക്കളെ, ചിരിക്കൂ ചിരിക്കൂ. ചിരിയാണ് നമ്മൾ സന്തോഷം. അസ്സലാമു അലൈക്കും. തന്നൊക്കെ അൽഹംദുലില്ലാ.